അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ചോദ്യം ശ്രദ്ധിക്കണേ. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? എത്രയാണ്? 23 വയസ്സാണ്. എത്രയാണ്? 23 വയസ്സ്. അടുത്ത ചോദ്യം, NDPS നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഏത് വകുപ്പായിരിക്കും? ഓപ്ഷൻ സി ആണ് 31A. ഏതാണ്? 31A. അടുത്തത്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആര്? ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. ആരാണ്? മുഖ്യമന്ത്രി. ഓക്കെ. അടുത്ത ചോദ്യം, 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. മറക്കല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലൂടെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ചോദ്യം ശ്രദ്ധിക്കണേ. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലൂടെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ എത്രാമത്തെ അനുച്ഛേദത്തിലൂടെ ആയിരിക്കും നിർദ്ദേശിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 47 ആണ് കേട്ടോ. എത്രയാണ്? 47. അടുത്ത ചോദ്യം, കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമായിരിക്കും വരുന്നത്? 1997. ഏത് വർഷമാണ്? 1997. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ മദ്യവർജനത്തിനും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി മിഷൻ. കേരളത്തിൽ മദ്യവർജനത്തിനും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി മിഷൻ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏതാണ്? വിമുക്തി. ഏതാണ്? വിമുക്തി. ഓക്കെ. അടുത്ത ചോദ്യം, കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ തീയതി. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ തീയതി ചോദിച്ചാൽ എന്നാണ്? 2003 മെയ് 18. എന്നാണ്? 2003 മെയ് 18. മറക്കലും. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ചോദിച്ചാൽ എന്നാണ്? 2003 മെയ് 18. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? അപ്പോൾ ഏതായിരിക്കും? 85%. കേട്ടോ. ഓപ്ഷൻ സി 85%. മറക്കല്ലേ. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യം ആകുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? 55D ആണ് കേട്ടോ. 55D. അടുത്ത ചോദ്യം, സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണെങ്കിൽ കോട്ട്പ ആക്ട് പ്രകാരം ലഭിക്കുന്ന കൂടിയ പിഴ? സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണെങ്കിൽ കോട്ട്പ ആക്ട് പ്രകാരം ലഭിക്കുന്ന കൂടിയ പിഴ എത്രയായിരിക്കും? 200 രൂപയാണ് കേട്ടോ. എത്രയാണ്? 200 രൂപ. ഓക്കെ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം എന്ന് ചോദിച്ചാൽ ഏത് വകുപ്പ് പ്രകാരമായിരിക്കും? വകുപ്പ് 4 ആണ് കേട്ടോ. ഏതാണ്? വകുപ്പ് 4 പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പൊതുസ്ഥലത്തെ പുകവലി എന്ത് ചെയ്തിരിക്കുന്നത്? കോട്ട്പ ആക്ടിലെ 4-ാം വകുപ്പ് പ്രകാരം എന്ത് ചെയ്തിരിക്കുന്നത്? നിരോധിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കാൻ സ്കൂൾ കോളേജ് മുതൽ വേണ്ട കുറഞ്ഞ ദൂരം. കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കാൻ സ്കൂള് കോളേജ് മുതൽ വേണ്ട കുറഞ്ഞ ദൂരം ചോദിച്ചാൽ എത്രയാണ്? അത് 200 മീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 200 മീറ്റർ. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ എന്നാണ്? അത് 1984 എന്നാണ്. 1984. അടുത്ത ചോദ്യം, FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എത്ര മുതൽ എത്ര വരെ? FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 10 AM മുതൽ 12 മിഡ് നൈറ്റ്, അതായത് രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി എത്ര? 12 വരെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പെർമിറ്റ് ഇല്ലാതെ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ അളവ്. പെർമിറ്റ് ഇല്ലാതെ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ അളവ് ചോദിച്ചാൽ എത്രയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? 1.5 ലിറ്റർ ആണ് കേട്ടോ, മറക്കല്ലേ. അടുത്ത ചോദ്യം, NDPS ആക്ട് നിലവിൽ വന്ന വർഷം. NDPS ആക്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഏത് വർഷമാണ്? 1985 എന്ത് വരുന്നത്? NDPS ആക്ട് വരുന്നത്. അപ്പോൾ NDPS ആക്ട് എന്നാ വരുന്നത്? 1985. അടുത്ത ചോദ്യം നോക്കാം. ബിയർ വൈൻ പാർലർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ്. ബിയർ വൈൻ പാർലർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? FL11 ലൈസൻസ് ആണ് കേട്ടോ. ഏതാണ്? FL11. അടുത്ത ചോദ്യം, സ്പിരിറ്റ് പഠനയോഗ്യമല്ലാതെ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന വസ്തു ഏത്? സ്പിരിറ്റ് പഠനയോഗ്യമല്ലാതെ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രൂഡ് പിരിഡിൻ. ഏതാണ്? ക്രൂഡ് പിരിഡിൻ. അടുത്ത ചോദ്യം നോക്കാം. FL1 വിദേശ മദ്യശാലയിൽ നിന്ന് ഒരാൾക്ക് ഒരേ സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞളവ്. FL1 വിദേശ മദ്യശാലയിൽ നിന്ന് ഒരാൾക്ക് ഒരേ സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് ചോദിച്ചാൽ എത്രയാണ്? 180 ml ആണ് കേട്ടോ. എത്രയാണ്? 180 ml. അടുത്ത ചോദ്യം, കള്ളുഷാപ്പിൽ പരിശോധന നടത്താൻ അധികാരമുള്ള ഏറ്റവും കുറഞ്ഞ ഉദ്യോഗസ്ഥനാര്? കള്ളുഷാപ്പിൽ പരിശോധന നടത്താനായിട്ട് അധികാരമുള്ള ഏറ്റവും കുറഞ്ഞ ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് ആരാണ് വരുന്നത്? എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ആണ് കേട്ടോ. ആരാണ്? എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ. മറക്കല്ലും. കള്ളുഷാപ്പിൽ മറക്കരുത്. കള്ളുഷാപ്പിൽ പരിശോധന നടത്താൻ അധികാരമുള്ള ഏറ്റവും കുറഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ ആരാണ്? എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ. അടുത്ത ചോദ്യം, ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മോളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏത് നിറമായിരിക്കും? നീല നിറമാണ് കേട്ടോ, മറന്നു പോകല്ലേ. ഏതാണ്? നീല നിറം. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? എത്രയാണ്? 37.5. ഓപ്ഷൻ ബി ആണ്. 37.5 ആണ് ഉത്തരം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പം എങ്ങനെയായിരിക്കും അറിയപ്പെടുന്നത്? ന്യൂട്രൽ സ്പിരിറ്റ്. എങ്ങനെയാണ്? ന്യൂട്രൽ സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 15 കിലോഗ്രാം കഞ്ചാവ് കടത്തിയാൽ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കേസിലെ? 15 കിലോഗ്രാം കഞ്ചാവാണ് കടത്തുന്നതെങ്കിൽ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കേസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായ ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി 20 ആണ്. ഓപ്ഷൻ ഡി 20. ഓക്കെ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ച ദിവസം ഏത്? അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ച ദിവസം ഏത് അല്ലേ? അപ്പോൾ ഓപ്ഷനകത്ത് ഈസ്റ്റർ, ദുഃഖവെള്ളി, റിപ്പബ്ലിക് ഡേ, ഓണം. അപ്പോൾ ഓണം എന്തായാലും അല്ലല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ ദുഃഖവെള്ളിയാണ് കേട്ടോ. ഏതാണ്? ദുഃഖവെള്ളി. അടുത്ത ചോദ്യം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% എന്താണ്? വെള്ളവും. ഓക്കെ.